മറ്റേ ആ പാറയമ്മേലെ എങ്ങനെയാ സാധനം അവിടെ നിൽക്കുന്നു? ഹലോ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. പിന്നെ അതിന്റെ റിനോവേറ്റ് ചെയ്ത സ്ഥലം അങ്ങോട്ടാണ്. അവിടെയൊക്കെ നല്ല ആളാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ്. അന്നേരം ഇവിടെ കുറെ ആൾക്കാരുണ്ട്. വണ്ടിയൊന്നും ഇങ്ങോട്ട് ഇറക്കുന്നില്ല കേട്ടാ. അത് എനിക്ക് ഓഫീസിൽ അങ്ങോട്ട് ഇറക്കുന്ന വേണ്ട. കളക്ടർ ഓർഡർ ആണ് കേട്ടാ. മഴയായിട്ട്, പക്ഷെ മഴയില്ല. മഴയൊന്നുമില്ല, ഇവിടെ മഴയൊന്നുമില്ല. 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല. പക്ഷെ കളക്ടർ ഓർഡർ ആണ്. ഇനി ഓണത്തിന് അടുപ്പിച്ചിട്ടേ വണ്ടിയല്ലേ ഇങ്ങോട്ടേക്ക് ഇറങ്ങുള്ളൂ. ഇവിടെ ഇപ്പൊ ഭയങ്കര കാറ്റാണ്. കടല് ശോഭിച്ചിട്ടാണ്. ശോഭ തന്നെയല്ലേ. ഹലോ ഗായ്സ്, നമ്മള് വന്നത് വീഡിയോ. നമുക്ക് പോണ്ടത് അങ്ങാണ്. നമ്മള് സ്ഥലം മാറി നമ്മൾ അങ്ങ് പോന്നാണ്. ഇവിടെ എഴുതിയിട്ട് കടലല്ലട തേര. നമ്മളെ പേര് എഴുതിച്ചു. സ്ഥലം ഒന്ന് വായിക്കോ നോക്കാലോ. ഇഷാന്റെ പേര് എഴുതിനാ? ഇഷാന്റെ പേര് എഴുതി, അപ്പുവിന്റെ പേര് എഴുതി, നന്ദുവിന്റെ പേര് എഴുതി. നന്ദുവിന്റെ അങ്ങനെ പേരില്ലതാ. സ്ഥലം മാറിപ്പോയി ഗായ്സ്. നമ്മളെ സ്ഥലം അങ്ങ് ഗായ്സ്. നമ്മൾ ഇങ്ങ് വന്നു പോയി ഗായ്സ്. ഇനി നമ്മൾ അങ്ങ് പോകുന്ന സൈഡിൽ പോയ സമയത്ത് അവിടെ ഭയങ്കര ആളും ഉണ്ടേനും ഭയങ്കര കാറ്റില്ലേനോ. ഇവിടെ കുറച്ച് ശാന്തമായ ഒരു സ്ഥലം, ആളൊന്നുമില്ല. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ഒരു ലാൻഡ് മാർക്ക് കാണണ. അതാണ് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ലാൻഡ് മാർക്ക്. അപ്പുറത്ത് ഭയങ്കര കാറ്റിന്. അതുകൊണ്ട് നമ്മൾ ആളൊഴിഞ്ഞ ഒരു നോക്ക്
മുഴപ്പിലങ്ങാട് ബീച്ച്. അതോളം മുഴപ്പിലങ്ങാട് ബീച്ചാണേ. പിന്നെ ഇവിടം വരെ ഈ അരുമാ ചുറ്റിക നക്ഷത്രം ഉള്ളത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. അത് നോക്കിക്കേ, അവിടെ ഒരു തുരുത്ത് കാണുന്നുണ്ടോ? അതിനപ്പുറം അത് മൊത്തം ധർമ്മടം ബീച്ചാണ് കേട്ടാ. അതിന് നമുക്ക് കുറച്ചേരം കളിക്കാം. അങ്ങനെ വെള്ളം വേണ്ട പറ. ഇവിടെ നല്ല സ്ഥലമായോണ്ട് ഒരാളും മനുഷ്യനും ഇല്ല ഇവിടെ. അതുകൊണ്ട് നമുക്ക് രണ്ട് റീലെടുക്കാം. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഫോണിൽ പരതി കഴിഞ്ഞാൽ ഒന്നും കാണൂല. എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് വരണം. പരത്തിക്കൊടുക്കണം. നന്ദു, ബീച്ച് ബോറടിക്കുന്നുണ്ടാ? ഇല്ല, നീ എന്തെങ്കിലും വെറുതെ ഇരിക്കുന്നേ? തെരല് ദിശാനെ കൊണ്ടുപോകും പോലും. നിശാനെ, കടലിൽ മോനെന്നാ കിട്ടിയേ? ഞാൻ പറഞ്ഞുതരാം. എടിയല്ലേ? അതാടാ. എടി സൂക്ഷിച്ചു വെച്ചേ. എന്തെന്നാ ഷെല്ല്. ഓ, ഇതാ കിട്ടിയ കടൽ. കളർഫുൾ. നമ്മള് ഇതൊന്നും അല്ല, ചാടെ കുറേ നമ്മൾ നിശാനെ, മോൻ എന്തിനാ പേടി? എന്തിനാ? ഈ തിരല് വന്നിട്ട് കൊണ്ടോ. ആരെ കൊണ്ടുപോകും? നിശാന. നിശാനെ തിര കൊണ്ടുപോവാ? തിരക്ക് നല്ല ശക്തിയുണ്ട്. അവിടെ എനിക്ക് തോന്നില്ല ഇപ്പൊ കേറാൻ പറ്റുന്നേ. നിങ്ങൾ കുറച്ചായിട്ട് ശ്രമിക്കുക. വരുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കും. നല്ലോണം തിരയടിക്കുന്നതുകൊണ്ട് നമുക്ക് കേറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നന്ദുവിന് കൂട്ടം കിട്ടി ഗൈസ്. എനിക്കത്രല്ല, അക്കുണ്ട് ഞാനുണ്ട്. അക്കു ഞാൻ കടലിൽ അങ്ങനെയുണ്ട്. എന്നിട്ട് നമ്മള് അടുത്ത് കളിക്കുമ്പോ ഓരോ പറഞ്ഞ് കൂടെ ഇറങ്ങാൻ പാടില്ല, ലൈക്ക് വിളിച്ച് ഇത്ര മാന്യമായിട്ടൊന്നല്ലേ പറഞ്ഞേ. നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാക്കി ചീത്ത കേൾക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. ദിഗയുടെ മുന്നിൽ നടത്തിച്ചിട്ടുണ്ട്. വലിയ ആളല്ലേ കൂട്ടം മേടിക്കേണ്ടത്.
നമ്മള് കടലിൽ ഇറങ്ങിയിട്ട് ഒരു ഇങ്ങോട്ടേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങണ്ടെന്നല്ല, നമ്മളെ വിളിച്ച് അങ്ങോട്ടേക്ക്. മാന്യമായിട്ട് പറഞ്ഞാൽ കൂട്ടം കിട്ടി. ഒന്നും കിട്ടിയിട്ടില്ല, ജസ്റ്റ് വാന്ന് പറഞ്ഞു വിളിച്ച്. ഓർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മള് കേറിയോന്ന് അറിയാൻ വേണ്ടിട്ട്. ശരിക്കും ഇപ്പൊ എന്തോ ഇന്ന് റെസ്ട്രിക്ഷൻ ഒക്കെ തന്നെയാണ്, ഇറങ്ങാൻ പാടില്ല, വണ്ടിയൊന്നും ഇറക്കുന്നില്ല, അങ്ങനെയൊക്കെയാണല്ലോ. മഴയായോണ്ടാന്ന് തോന്നുന്നു ദിവസം അങ്ങോട്ടേക്കൊക്കെ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് നമ്മളിവിടെ അതിന്റെ ഉള്ളിലുള്ളത്, ഇവിടെ നമ്മളെ ആ ഭാഗത്തേക്ക് ആരും കാണൂലെന്ന് തോന്നുന്നു. അവിടെയുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു കൊടുത്തതാണ്, ആടെ കുറച്ച് ആൾക്കാരുണ്ട് വെള്ളത്തിലാ ഉള്ളത്. നമ്മൾ ആദ്യം ബീച്ചിലോട്ട് തന്നെ ഇരുട്ട് വരാന്നാ വിചാരിച്ചേ. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയം നടക്കേണ്ടി വരും? ഭാഗ്യം ഒക്കെ നല്ല നടക്കാതും കയ്യല്ല. ഇവിടെ റിമെമ്പർ ചെയ്യണം, ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് ആണെന്ന്. എന്നിട്ട് നമ്മൾ നടക്കാൻ പറഞ്ഞ പൊട്ടന്മാര്. നടന്നതാണ് നമ്മൾ ഉച്ചയാവും വീട്ടിലൊക്കെ. ചീത്ത കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വീട്ടിൽ പോവാം. ഇവിടെ നിന്നിട്ട് കാര്യം, ഇനിയിപ്പോ നല്ല വെയിലാവും. ഇറങ്ങുന്ന പിന്നെ മഴ ചെറുങ്ങനെ പെയ്യുന്നുണ്ടോ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന ശേഖരിച്ച ഷെല്ലുകൾ കണ്ടോളൂ. വീട്ടിലെത്തി നമ്മള് നല്ല വൃത്തിക്ക് കാണിച്ചു തരുന്നതാണ്. എന്നാ പിന്നെ പോവാ അല്ല, ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടന്നു, കടലിലിറങ്ങി, ഒരുപാട് ചുറ്റികേന്റെ അടുത്ത് പോവാൻ ശ്രമിച്ചു. ആ ശ്രമം ഇവര് കണ്ടു, അതിനാണ് നമുക്ക് ഇപ്പൊ ചീത്ത കിട്ടാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ബൈ ബൈ, ടാറ്റ. എന്തോ ബീച്ചിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ബീച്ചിൽ പോയിട്ട് സാധാരണ ഒരു വൈബ് അങ്ങ് കിട്ടുന്നില്ല. ബീച്ചിൽ പോയണ്ട് രാവിലെ പോയോണ്ടോന്നറിയില്ല. അക്കു, ബീച്ചിൽ പോയിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ. ഗൈസ്, നമ്മൾ ബീച്ചിൽ പോയണ്ട് സങ്കടം തീർക്കാൻ വേണ്ടിട്ട് ചായ കുടിക്കും. Ini pasti yang